എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനി വർഗീസ്, റാഫ അരോമ ഹോസ്പിറ്റൽ ചെങ്ങമനാടിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കോൺസ്റ്റിപ്പേഷൻ ഇൻ ചിൽഡ്രൻ, അതായത് മലബന്ധം. കുട്ടികളിൽ മലബന്ധം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. നമുക്ക് പ്രായം അനുസരിച്ച് ആദ്യം നോക്കാം. 6 മാസം താഴെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും പേരൻസ് കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മലം പോകുന്നില്ല എന്ന് പറഞ്ഞ്. 2-3 ദിവസം കൂടുമ്പോഴേ പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാഴ്ച വരെ പോകാതിരുന്നാൽ അത് നോർമലാണ്. പിന്നെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്, ഒരു ദിവസം പാല് കൊടുക്കുമ്പം തന്നെ എപ്പോഴും മലം പോകുന്നുണ്ട്. ഇതും നോർമലാണെന്നുള്ളതാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സാജറേറ്റഡ് ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് എന്ന് പറയും. അതായത് പാല് വയറ്റിലോട്ട് ചെല്ലുന്ന ഉടനെ തന്നെ മലം പോകുന്നത്. അതൊരു 6 മാസം വരെ നിൽക്കാം, അതിന് മുൻപേയും അത് ശരിയായിരുന്നിരിക്കാം. ഇനിയും 6 മാസത്തിന് ശേഷം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മലം പോകേണ്ടത് എങ്ങനെയാണ്? നോർമലായിട്ട് ഒരു 2 ദിവസം വെച്ച്, ഒരു ദിവസം 2 പ്രാവശ്യം വെച്ച് ഒരു ദിവസം പോകും. 1 വയസ്സിന് മുകളിലോട്ട് 1-2 പ്രാവശ്യം എന്നും പോകും. ഇനി ഇത് ഇങ്ങനെ പറഞ്ഞാൽ കൂടി ഇത് നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു നമ്പർ മാത്രം. കുട്ടിയുടെ ആഹാരവും വ്യായാമവും അനുസരിച്ച് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പം മലബന്ധത്തിന് കാരണങ്ങൾ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസുഖം കാരണമുള്ള കോൺസ്റ്റിപ്പേഷൻ, മറ്റേത് അസുഖം ഒന്നും ഇല്ലാത്ത കോൺസ്റ്റിപ്പേഷൻ, അതായത് ഫങ്ഷണൽ ഓർ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ. അസുഖങ്ങളെന്ന് പറയുന്നത് കൂടുതലും തൈറോയിഡിൻ്റെ പ്രശ്നമാണ് ഏറ്റവും അധികം കാണുന്നത്. തൈറോയിഡ് ഹോർമോൺ കുറവാകുമ്പോൾ അത് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ വയറിൻ്റെയോ കുടലിൻ്റെയോ എന്തെങ്കിലും രോഗം കാരണവും ഉണ്ടാവാം, നെർവ്സിൻ്റെ പ്രശ്നം കാരണവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. ഇനിയും ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷനാണ് 90% കുട്ടികളിലും കാണുന്ന കോൺസ്റ്റിപ്പേഷൻ. ഇത് കൂടുതലും, പക്ഷേ 2 വയസ്സിന് ശേഷമാണ് ഇത് കൂടുതലും കാണുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കും, 2 വയസ്സിന് മുൻപായിട്ട് കുഞ്ഞിന് റെഗുലറായിട്ട് വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ എന്നും പോകുന്നുണ്ടാവാം, പക്ഷെ വളരെ കട്ടിക്കായിരിക്കും, കുഞ്ഞിന് വേദന എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോഴായിരിക്കും പോകുന്നത്. അതും കുഞ്ഞിന് കട്ടിക്ക് നല്ല മുറുകി പോകുന്നുണ്ട്, അല്ലെ മുറിയുന്നുണ്ട്, കുഞ്ഞിന് വേദന എടുക്കുന്നുണ്ട്. അപ്പം ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഇംപ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. അതായത് ടോയ്ലറ്റിൽ ഇരുത്തി ശീലിപ്പിക്കുന്നത് നേരത്തെ ആകുമ്പോഴാണ് ഇത് കൂടുതലും കാണുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട്. ഐഡിയലായിട്ട് 2 വയസ്സിന് ശേഷമാണ് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 വയസ്സിലൊക്കെ ചെയ്താൽ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യത, മലബന്ധം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? ഒരാൾ മാത്രം ട്രെയിൻ ചെയ്യുക, അതായത് ഒരുപാട് വീട്ടിലുള്ള എല്ലാവരും മാറി മാറി അവരുടെ രീതിയിൽ ചെയ്യാതിരിക്കുക. ഒരാൾ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, കഴിയുന്ന അത്രയും ആഹാരം കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ പോയി ഇരിക്കാൻ സഹായിക്കുക. വയറ്റിൽ നിന്നൊന്നും പോയില്ലെങ്കിൽ സാരമില്ല, ഒരു 5-10 മിനിറ്റ് കുഞ്ഞവിടെ ഇരിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരട്ടെ. ഇനി വയറ്റിൽ നിന്ന് പോയാൽ കുഞ്ഞിനെ ഒന്ന് എന്തെങ്കിലും ഒരു റിവാർഡ് പോലെ എന്തെങ്കിലും കൊടുക്കാം, അങ്ങനെ എൻകറേജ് ചെയ്യാം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രധാനമായിട്ടും വെള്ളം ധാരാളമായിട്ട് കുടിപ്പിക്കുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കൊടുക്കണം. ഇനി ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്ക് ജ്യൂസ് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ജ്യൂസ് കൊടുക്കാം, പക്ഷെ അതിനകത്തെ നാര് അരിച്ച് മാറ്റാതെ നാരും കൂടെ കൊടുത്താലേ അത് സഹായിക്കത്തുള്ളൂ. ഒരുപാട് നോൺ വെജ് കൊടുത്താലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. പിന്നെ മുറിവുകളുണ്ടെങ്കിലും കുഞ്ഞ് മുറിഞ്ഞിട്ട് കുഞ്ഞ് വേദന പേടിച്ച് മലം പോകാതെ മുറുക്കി വെക്കാം. അപ്പോൾ അതിനുള്ള ഡോക്ടറെ കാണിച്ച് ചികിത്സ തേടണം. ഇനി ഇത് ഫങ്ഷണൽ ആണോ അതോ അസുഖം കാരണമുള്ള കോൺസ്റ്റിപ്പേഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്രധാനമായിട്ടും ഡോക്ടറെ തന്നെ കാണിച്ച് ഉറപ്പ് വരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പീഡിയാട്രിഷ്യനെ കാണിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.